ഗാന്ധി കുടുംബവുമായി പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധം പുലർത്തിയിരുന്ന സോണിയാഗാന്ധിയുടെ വിശ്വസ്തൻ പി മാധവന് അന്ത്യാഞ്ജലി അർപ്പിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് 1 മണിക്കൂറോളം വീട്ടിൽ ചെലവഴിച്ചാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിയത്. തിങ്കളാഴ്ച രാത്രി തൃശൂരിലെത്തിയ രാഹുൽ ഗാന്ധി രാവിലെ 8:15 മാധവന്റെ വീട്ടിലെത്തി മൃതദേഹത്തിന്റെ മുന്നിൽ കൈകൂപ്പുകളോടെ നിന്ന് ആദരാഞ്ജലി അർപ്പിച്ചു. വീട്ടിനുള്ളിൽ 1.5 മണിക്കൂറോളം ചെലവഴിച്ച് ഭാര്യയെയും മക്കളെയും ആശ്വസിപ്പിച്ചു. സോണിയാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി തൈക്കാട്ടുശ്ശേരി ചെറുശ്ശേരി പട്ടത്ത് മനയ്ക്കൽ പരേതനായ പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെയും ആര്യ അന്തർജനത്തിന്റെയും മകൻ പി മാധവൻ തിങ്കളാഴ്ച ഡൽഹിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരിച്ചത്. മകൻ ദീപക് ചിതയ്ക്ക് തീ കൊളുത്തി. മന്ത്രി കെ രാജൻ, AICC സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, VM സുധീരൻ, മേയർ MK വർഗീസ്, ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, MLA മാരായ KK രാമചന്ദ്രൻ, TJ സനീഷ് കുമാർ, മുൻ MP രമ്യ ഹരിദാസ്, MV വിൻസെന്റ്, ജോസ് വള്ളൂർ, TV ചന്ദ്രമോഹൻ, KK കൊച്ചുമുഹമ്മദ്, MK അബ്ദുൾ സലാം, CN ഗോവിന്ദൻകുട്ടി, അഡ്വക്കേറ്റ് ജോസഫ്, ഷാജി കോടങ്കട്ടത്ത്, അനിൽ അക്കര, സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, A നാഗേഷ്, N മനോജ് എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. AICC പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്ക് വേണ്ടി നേതാക്കൾ റീത്ത് വെച്ചു.